അധികം താമസിയാതെ കുടുംബ ബജറ്റ് അവതാളത്തിലാവാൻ സാധ്യത. തിരഞ്ഞെടുപ്പും വിലക്കയറ്റവും പടിവാതിക്കൽ എത്തി നിൽക്കവെയാണ് ഈ പ്രതിഭാസം എത്തുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണം ദിവസങ്ങൾക്കകം ഔദ്യോഗികമായി തുടങ്ങാനിരിക്കെയാണ് വിലക്കയറ്റവും ചർച്ചാ വിഷയമാകുന്നത്. യുദ്ധം തുടരുന്നതിനിടെ ഇന്ധനക്ഷാമം രൂക്ഷമായ സാഹചര്യം കണക്കിലെടുത്ത് പാചകവാതക സിലിണ്ടറുകൾക്കും വില വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ കുടുംബ ബജറ്റ് തകരുമെന്ന ആശങ്കയാണ് വീട്ടമ്മമാർക്കുള്ളത്. ഇന്ധന പാചകവാതക വിലക്കയറ്റം വൻ വിലക്കയറ്റ ഭീഷണിയാണ് ഉയർത്തുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില പൊടുന്നനെ ഉയരുമെന്ന ആശങ്ക എല്ലായിടത്തുമുണ്ട്. ഈ മേഖലയെ മുഴുവൻ തകർക്കുന്ന ഒരു നിലയിലേക്കാണ് പോകുന്നത്. ഗ്യാസ് മാത്രമല്ല, മുഴുവൻ ഈ എല്ലാ സാധനങ്ങൾക്കും ഇപ്പോൾ വില ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ അത് ഈ മേഖലയെ മുഴുവൻ തകർക്കുന്ന ഒരു രീതിയിലേക്കാണ് നീങ്ങുന്നത്. ഈ പ്രസ്ഥാനം അടച്ചിടേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് ഇത് നീങ്ങുക. അതുമൂലം ഈ മേഖലയിൽ പണിയെടുക്കുന്ന ഒട്ടനവധി തൊഴിലാളികൾ അടക്കമുണ്ട്. അവർക്കടക്കം ഈ പ്രതിസന്ധി വളരെ അധികം ബാധിക്കുന്നതാണ്. ഗ്യാസിൻ്റെ കാര്യം വളരെ പരിതാപകരമായിട്ടാണ്. കഴിഞ്ഞ മാസം 1000 രൂപ ഇല്ല വീട്ടുപകരണങ്ങൾ കുറ്റി, ഇന്ന് 1000 രൂപയിലെത്തി. കൊമേഴ്സ്യൽ ഗ്യാസ് 1650 അതിപ്പോൾ 2000 എത്തി, 1950. അതുപോലെ എണ്ണ വിലയും കൂടിയിട്ടുണ്ട്. നമുക്ക് 100 രൂപ കൊടുത്താൽ 1 ലിറ്റർ ഇല്ലെങ്കിലേ തികച്ച് കിട്ടില്ല. ഇപ്പോൾ അത് 900 മില്ലിയായി മാറി പെട്രോള്. ഇങ്ങനെ പോയാൽ വളരെ ബുദ്ധിമുട്ടാണ്, ജീവിച്ചു പോകാൻ സാധിക്കില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് വില ഉയർന്നാൽ സാധാരണക്കാരുടെ ജീവിതം കഷ്ടത്തിലാവും. വിലക്കയറ്റ ഭീഷണിയെ എങ്ങനെ നേരിടണമെന്ന ആലോചനയിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ വോട്ടർമാരെ സ്വാധീനിക്കുന്നത് എങ്ങനെയെന്ന ആശങ്കയും രാഷ്ട്രീയക്കാർക്കുണ്ട്. ഹോട്ടൽ വ്യവസായം, ബസ്, ചരക്ക് ഗതാഗതം തുടങ്ങി സകല മേഖലകളിലും വിലക്കയറ്റ ഭീഷണി അലട്ടുന്നുണ്ട്. വല്ലാത്തൊരവസ്ഥയിലാണ് ഹോട്ടൽ വ്യവസായം കടന്നു പോകുന്നതെന്ന് ഹോട്ടൽ ഉടമകൾ പറഞ്ഞു. പാചകവാതകത്തിൻ്റെ വില എല്ലാ ദിവസവും ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൗർബല്യവും വളരെ മോശം അവസ്ഥയിലോട്ട് പോവുകയാണ്. ഈ അവസ്ഥയിൽ ഹോട്ടൽ മേഖല പിടിച്ചു നിൽക്കൽ വളരെ കഷ്ടപ്പാട് നിറഞ്ഞതും വളരെ ബുദ്ധിമുട്ടുള്ള നിലയിലൂടെയാണ് റെസ്റ്റോറൻറ്റ് പോകുന്നത്. അപ്പം ഇതിനകത്ത് വിറക് വെച്ചിട്ട് നമുക്ക് പുതിയ ഫുഡും മറ്റു കാര്യങ്ങളും ചൈനീസും അറേബ്യക്കും കുക്ക് ചെയ്ത് കൊടുക്കൽ വളരെ പ്രയാസകരമായ കാര്യമാണ്. അപ്പം ഈ മേഖലയിൽ ഗ്യാസിൻ്റെ ദൗർബല്യം വന്നാൽ ഹോട്ടൽ അടച്ചിടേണ്ട അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ ബുക്ക് ചെയ്താലും നമ്മൾ 4 എണ്ണം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 എണ്ണോ അല്ലെങ്കിൽ 1 എണ്ണമാണ് കിട്ടുന്നത്. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പം ഹോട്ടൽ മേഖല പോകുന്നത്. ഇതിൽ അടിയന്തരമായിട്ട് സർക്കാർ ഇടപെട്ട് വേണ്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒരുപാട് തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുകയും ഒരു കുടുംബങ്ങൾ പട്ടിണിയുള്ള അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഉറപ്പായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ സർക്കാരിനോട് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഉടമകളുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ വിനീതമായി അഭ്യർത്ഥിക്കാൻ എത്രയും അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന്. ചെറുകിട വ്യവസായവും തകർച്ചയുടെ വക്കിലാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കുടുംബ ബജറ്റ് താളം തെറ്റുമെന്ന് വീട്ടമ്മമാരും ആശങ്കപ്പെടുന്നു. വിഷയത്തെക്കുറിച്ച് ഓട്ടോ ഡ്രൈവർമാരും പ്രതികരിച്ചു. ഇന്ധനവില വർധനവ് കാരണം നമ്മളുടെ നാട്ടിൽ ഓട്ടോ ഡ്രൈവർമാരായ ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ഒന്നാമത് ഓട്ടോ സ്റ്റാൻഡുകളിൽ ഓട്ടോ ഇല്ല. കഴിഞ്ഞ കൊറോണ കാലത്തിന് ശേഷം എല്ലാ വീടുകളിലും 2ഉം 3ഉം ബൈക്കുകളും കാറുകളുമൊക്കെ ആയി. ഓട്ടോക്കാരിപ്പോൾ വെറുതെ ഇരിപ്പാണ്. അതിനിടയ്ക്ക് ഇപ്പോൾ യുദ്ധം വരുന്നതുകൊണ്ട് ഇപ്പോൾ വില വർധനവ് വന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ഗ്യാസ്, പെട്രോൾ, ഡീസൽ വണ്ടികളുടെ വളരെ ചിലവ് കൂടിയതുകൊണ്ട് എല്ലാവരും ഗ്യാസ് വണ്ടിയിലേക്ക് മാറുകയാണ്. പക്ഷേ ഗ്യാസ് കിട്ടാനുമില്ല. ഇപ്പോൾ നമ്മൾ നെന്മാറയിൽ നിന്നും ഗ്യാസ് നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആലത്തൂരോ വടക്കഞ്ചേരിയോ ഒക്കെ പോകണം. അവിടെയും കിട്ടാത്തൊരവസ്ഥയാണ്. വളരെ ബുദ്ധിമുട്ടിയ ഒരവസ്ഥയിലാണ് ഓട്ടോ ഡ്രൈവർമാരായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. വളരെ ദയനീയാവസ്ഥയിലാണ് ഓട്ടോ ഡ്രൈവർമാരുടെ അവസ്ഥ. UTV ന്യൂസ്, പാലക്കാട്.